ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. മന്ത്രി വീണ ജോർജിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ ട്വിസ്റ്റ്. മന്ത്രി കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ RPF പരിശോധിച്ചുവെങ്കിലും ഇത്തരം ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നാണ് വിവരം. അതേസമയം വീണ ജോർജിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ 5 KSU പ്രവർത്തകർ റിമാൻഡിലായിട്ടുണ്ട്. കണ്ണൂരിന്റെ സമാധാനം തകർത്ത വീണ്ടും അക്രമ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. കണ്ണൂർ കോടിയേരിയിൽ കണ്ണൂർ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടിട്ടുണ്ട്. മാലൂരിൽ പട്ടാരിയിലെ ഓഫീസിന്റെ ജനൽ ചില്ലുകളും തകർത്തു. വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് നമുക്കൊപ്പം ചേരുന്നത്. മിഥുൻ, മന്ത്രി വീണ ജോർജിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു, വധശ്രമം, അതിനാണ് KSU പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ കൃത്യമായി തെളിവാകേണ്ട സാഹചര്യമാണ്. പക്ഷേ ദൃശ്യങ്ങൾ അരിച്ചു പെറുക്കിയിട്ടും അത്തരത്തിലൊരു ദൃശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, ഉയർത്തിവിട്ടത് രാഷ്ട്രീയ ആരോപണങ്ങൾ ആണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ RPFന്റെ പരിശോധനയിൽ മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളില്ല എന്നുള്ള വിവരം കൂടി പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് 5 KSU പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 5 KSU പ്രവർത്തകർ റിമാൻഡ് ചെയ്തിട്ടും സംഭവവുമായി ബന്ധപ്പെട്ട് RPF റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. അതിലെവിടെയും ഈ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളില്ല, അല്ലെങ്കിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്ന ദൃശ്യങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം ഇതൊരു രാഷ്ട്രീയ ആരോപണങ്ങളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ആരോപണമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ട്. കോടിയേരിയിൽ കോൺഗ്രസിന്റെ ഓഫീസ് തീയിട്ട് CPMകാർ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലൂരിൽ കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വലിയ പ്രതിരോധത്തിലായ ആരോഗ്യ വകുപ്പിന് പ്രതിരോധിക്കാനുള്ള ഒരു അവസരം കോൺഗ്രസ് തന്നെ ഒരുക്കി കൊടുത്തതൊരു വിമർശനം ശക്തമാവുകയാണ്. കാരണം അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം, അതായത് വലിയ നാണക്കേടുകൾ, അതായത് രോഗിയുടെ വയറ്റിൽ ഓപ്പറേഷൻ സമയത്ത് കത്രിക വയ്ക്കുക, അതുപോലെ തന്നെ സർജറിക്ക് വേണ്ടി വന്ന കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റുക, അത്തരത്തിൽ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ ആരോപണങ്ങൾ ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്ന അതേ ഘട്ടത്തിലാണ് കണ്ണൂരിൽ വെച്ച് KSU പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചു എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ അത് ഈ KSU അല്ലെങ്കിൽ കോൺഗ്രസ് CPM ഒത്തുകളിയുടെ ഭാഗമാണ് ഈ ഒരു സംഭവം എന്നുകൂടി ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് എടുത്ത FIRൽ പോലും ചില സംശയങ്ങൾ നിലക്കുന്നുണ്ട്. ആ FIRൽ പറയുന്നത് കൊല്ലട എന്ന് വിളിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് മന്ത്രിയെ ആക്രമിക്കാൻ ആയി ഓടിയ KSU പ്രവർത്തകർ അടുത്തേക്ക് എത്തിയെന്നാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കരിങ്കൊടിയുമായി KSU പ്രവർത്തകർ വരുന്ന സമയത്ത് തന്നെ പോലീസുകാർ വളഞ്ഞിട്ട് അവരെ പിടികൂടുകയും കൊണ്ടുപോകുന്നതുമാണ്. മന്ത്രി ഈ പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും ഈ വലിയ പ്രതിരോധത്തിലായ സംസ്ഥാന സർക്കാരിന് ആരോഗ്യവകുപ്പിന്റെ പേരിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു അവസരമായി വേണം ഈ ഒരു അക്രമ സംഭവത്തെ വിശേഷിപ്പിക്കാൻ. രാഖി, ശരി മിഥുൻ, എന്തായാലും മിഥുൻ സൂചിപ്പിച്ചതുപോലെ വീണു കിട്ടിയ ഒരു അവസരമായി മാറുന്നുണ്ട് മന്ത്രി വീണ ജോർജിന്റെ പരിക്ക് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നുണ്ട് CPM എന്നുള്ളതാണ്.